ഹലോ സുഹൃത്തുക്കളെ, ജിം റോൺ ഒരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പാരമ്പര്യമായി വലിയ സമ്പത്തൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ഏതൊരു സ്വപ്നജീവിയെയും പോലെ തനിക്ക് ഒരു വലിയ വീടും ധാരാളം നല്ല കാറുകളും ടെൻഷനില്ലാത്ത ബിസിനസ്സും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉണ്ടാകുമെന്ന് അദ്ദേഹം സങ്കൽപ്പിച്ചിരുന്നു. ഇതിനെ നമ്മൾ അമേരിക്കൻ ഡ്രീം എന്ന് വിളിക്കുന്നു. എന്നാൽ 18 വയസ്സുള്ള പോൾ സ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കോളേജിൽ ചേർന്നു. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം കോളേജ് പഠനം ഉപേക്ഷിച്ചു. കാരണം എത്രയും വേഗം പണം സമ്പാദിക്കാൻ തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ബിസിനസ് ആശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അടുത്ത 6 വർഷത്തോളം അദ്ദേഹം പലതരം ജോലികൾ ചെയ്തു. 25 വയസ്സായപ്പോൾ താൻ ജീവിതത്തിൽ എന്തൊക്കെ നേടി എന്ന് അദ്ദേഹം ഒന്ന് പരിശോധിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം താൻ മറന്നുപോയിരിക്കുന്നു. ഒരു സാധാരണ ജീവിതത്തിൽ ഒതുങ്ങിപ്പോകാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ ഒരിക്കലും തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനാൽ 25 വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ, അതായത് 30 വയസ്സായപ്പോഴേക്കും അദ്ദേഹം തന്റെ അമേരിക്കൻ ഡ്രീം സ്വന്തമാക്കി. അദ്ദേഹം അതെങ്ങനെ നേടി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് മിസ്റ്റർ ഏൾ ഷോഫ് എന്ന വ്യക്തിയെ കണ്ടുമുട്ടിയതാണ്. ജിം ആദ്യമായി മിസ്റ്റർ ഷോഫിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൽ ആകൃഷ്ടനായി. കാരണം ജിം തന്റെ സ്വപ്നങ്ങളിൽ കണ്ടിരുന്ന അതേ ജീവിതശൈലിയാണ് മിസ്റ്റർ ഷോഫ് ജീവിച്ചിരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞയുടനെ ധൈര്യം സംഭരിച്ച് ജിം മിസ്റ്റർ ഷോഫിനോട് സംസാരിച്ചു. മിസ്റ്റർ ഷോഫിന് ജിമ്മിനെ പെട്ടെന്നിഷ്ടമായി. അദ്ദേഹം ജിമ്മിന് തന്റെ കമ്പനിയിൽ ജോലി നൽകി. ജോലി കിട്ടിയ ശേഷം അടുത്ത 5 വർഷം ജിം മിസ്റ്റർ ഷോഫിൽ നിന്ന് ജീവിതത്തെക്കുറിച്ച് പല പാഠങ്ങളും പഠിച്ചു. അത് പിന്തുടർന്ന് അദ്ദേഹം തന്റെ ജീവിതം മാറ്റിമറിച്ചു. 30-ാം വയസ്സിൽ അദ്ദേഹം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി. ഈ ജീവിത പാഠങ്ങളെയാണ് അദ്ദേഹം 7 സ്ട്രാറ്റജീസ് ഫോർ വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, സമ്പത്തിനും സന്തോഷത്തിനുമുള്ള 7 തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമുക്ക് തുടങ്ങാം. ജിം ആദ്യമായി മിസ്റ്റർ ഷോഫിനോട് ഗൌരവമായി സംസാരിച്ച് പോൾ മിസ്റ്റർ ഷോഫ് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ്? ജിം പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. എനിക്ക് വലിയ പണക്കാരനാകണം എന്ന് മാത്രമേയുള്ളൂ. മിസ്റ്റർ ഷോഫ് ചോദിച്ചു, ശരി, ലക്ഷ്യം നിങ്ങൾ എങ്ങനെയാണ് നേടാൻ പോകുന്നത്? ജിം പറഞ്ഞു, അതെനിക്കറിയില്ല. അപ്പോൾ മിസ്റ്റർ ഷോഫ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഊഹിക്കാൻ കഴിയും. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരുപക്ഷേ $100 താഴെയായിരിക്കും. ഭാവിയിലും നിങ്ങൾ ഇതേ തന്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ബാലൻസ് അതുതന്നെയായിരിക്കും. ഇത് കേട്ട് ജിം ഞെട്ടിപ്പോയി. കാരണം 5 വർഷം മുമ്പ് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും പണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അത്രയേയുള്ളൂ. ഗോൾ സെറ്റിംഗ്, അതായത് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ് താൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് ജിം പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടാകും. ചിലർക്ക് പണക്കാരനാകണം, ചിലർക്ക് പ്രശസ്തനാകണം, ചിലർക്ക് ലോകം ചുറ്റണം. പക്ഷേ സ്വപ്നങ്ങളുടെ പ്രശ്നമെന്തെന്നാൽ അത് വ്യക്തമല്ല എന്നതാണ്. പ്രശസ്തനാകുക എന്നത് വ്യക്തമായ ഒരു കാര്യമല്ല. അതിന് കൃത്യമായ നിർവചനമില്ല. അത് വ്യക്തമല്ലാത്തതുകൊണ്ടുതന്നെ അത് നേടാനുള്ള വഴിയും നമുക്ക് കാണാൻ കഴിയില്ല. ഈ പ്രശ്നത്തെ ഗോൾ സെറ്റിംഗ് പരിഹരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ കൃത്യമായ ലക്ഷ്യങ്ങളാക്കി മാറ്റിയാൽ അത് നേടാൻ എളുപ്പമായിരിക്കും. പണക്കാരനാകണം എന്നാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ പണക്കാരൻ എന്നതിന്റെ നിർവചനം എന്താണെന്ന് ആദ്യം തീരുമാനിക്കുക. കാരണം ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. ആദ്യം ഒരു ഡയറിയിലോ മൊബൈലിലോ എഴുതുക. അടുത്ത 1 മുതൽ 10 വർഷത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെ വേണം? ഇതിന് കുറഞ്ഞത് 50 ഉത്തരങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരണം. നല്ല ശരീരം വേണമെന്നല്ല, വീട് വേണം, ലോകം ചുറ്റണം എന്നല്ല, കാറ് വേണം എന്നിങ്ങനെ. അതിനുശേഷം ഈ ലക്ഷ്യങ്ങൾ എത്ര സമയത്തിനുള്ളിൽ നേടണം എന്നെഴുതുക. നല്ല ശരീരം നേടാൻ 1 വർഷം, ലോകം ചുറ്റാൻ 3 വർഷം, വീട് വാങ്ങാൻ 10 വർഷം എന്നിങ്ങനെ. എല്ലാ വർഷവും എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുക. അതായത് എല്ലാ ലക്ഷ്യങ്ങളും 10 വർഷത്തിനു ശേഷം നേടാനുള്ളതാകരുത്. ഇത് ചെയ്ത ശേഷം ആ ലക്ഷ്യത്തിലെത്താനുള്ള ചെറിയ ലക്ഷ്യങ്ങൾ, മിനി ഗോൾസ് ഉണ്ടാക്കുക. 10 വർഷത്തിനുള്ളിൽ ഇത്രയും പണം സമ്പാദിക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ ഇത്രയും പണം നിക്ഷേപിക്കണം. മാസച്ചെലവ് ഇത്രയും രൂപയിൽ നിയന്ത്രിക്കണം. ദിവസവും സ്വയം പഠിക്കാൻ ഇത്ര സമയം മാറ്റിവെക്കണം. പഠനത്തിന് കൃത്യമായ സമയം നിശ്ചയിക്കണം.
ഇവിടെ നിങ്ങൾക്ക് കാണാം, എനിക്ക് പണക്കാരനാകണം എന്ന സ്വപ്നവും എനിക്ക് മാസച്ചെലവ് നിയന്ത്രിക്കണം ദിവസവും 30 മിനിറ്റ് വായിക്കണം എന്ന ലക്ഷ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യക്തതയുള്ളതുകൊണ്ട് പ്രവർത്തിക്കാൻ എളുപ്പമാണ്. ലക്ഷ്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആവേശവും തോന്നും. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമുക്ക് അറിയാത്ത പല വെല്ലുവിളികളും നേരിടേണ്ടിവരും. അതുകൊണ്ട് രണ്ടാമത്തെ തന്ത്രം നമ്മൾ പഠിക്കണം. ഏതൊരു പുതിയ മേഖലയിലേക്ക് കടക്കുന്നതിനു മുമ്പും അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് നേടുക എന്നതാണ് അത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തു വേണമെങ്കിലും, 1000 പണക്കാരനാകണം, ആത്മവിശ്വാസം വേണം, ആരോഗ്യം വേണം, ബിസിനസ് തുടങ്ങണം, സന്തോഷമായിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം ഇതിനകം തന്നെ ധാരാളം നല്ല പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെടുന്നത് ലക്ഷ്യം നേടാൻ ആവശ്യമായ ദൈനംദിന ശീലങ്ങൾ വളർത്തിയെടുക്കാത്തതുകൊണ്ടാണ്. അവർ തെറ്റായ രീതിയിൽ തുടങ്ങുന്നു, പിന്നീട് നിരാശരാകുന്നു. പലർക്കും പഠിക്കാനും പുസ്തകം വായിക്കാനും മടിയാണ്. കോമഡി വീഡിയോകളും വിനോദ വീഡിയോകളും കാണാനാണിഷ്ടം. എന്നാൽ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ കോമഡി വീഡിയോ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപാമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം തോന്നുന്നതും അത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ തോന്നുന്നതും. ഇതുപോലെ തന്നെ പുതിയതോ ഉപയോഗപ്രദമായതോ ആയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ നിങ്ങളോടൊരു പുതിയ കാര്യം പറയുന്നു, അപ്പോഴും ഇതേ ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിലൂടെയും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. അതുകൊണ്ട് അറിവ് നൽകുന്ന കാര്യങ്ങൾ കാണാനും വായിക്കാനും ശീലിക്കുക. കുറച്ചുനാൾ കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രത്യേക സന്തോഷം തോന്നും. മറ്റുള്ളവർക്ക് അത് ബോറടിപ്പിക്കുന്നതായി തോന്നാം, നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യുന്നതാണെന്ന് അവർ കരുതും. പക്ഷേ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം, കരിയർ, ബന്ധങ്ങൾ, സാമ്പത്തിക നില, വൈകാരിക നില എന്നിവയെല്ലാം മെച്ചപ്പെടുകയും ചെയ്യും. മൂന്നാമത്തെ തന്ത്രം നിങ്ങളുടെ സാമ്പത്തികം നിയന്ത്രിക്കുക എന്നതാണ്. മുന്നോട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഇതിനായി നിങ്ങൾക്ക് ബജാജ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് തിരഞ്ഞെടുക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് നിക്ഷേപവും ട്രേഡിംഗും വളരെ എളുപ്പത്തിൽ തുടങ്ങാം. വളരെ നല്ല യൂസർ ഇന്റർഫേസും ഫീച്ചറുകളും ഇവർ നൽകുന്നുണ്ട്. ഇവർ രസകരമായ ഒരു പ്രൈസിംഗ് മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിക്ഷേപിക്കുന്നതിനു മുമ്പ് എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. പലർക്കും അവരുടെ പാഷൻ, ഹോബികൾ, കഴിവുകൾ എന്നിവയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ കയ്യിൽ അതിനുള്ള പണമോ സമയമോ ഇല്ല. അവർ ആ കഴിവുകളിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കുമായിരുന്നു. അവരുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോകുമായിരുന്നു. എന്നിട്ടും ഭൂരിഭാഗം ആളുകളും ഇതിനായി ഒന്നും ചെയ്യുന്നില്ല. വിരസമായ ഒരു ജോലിയിൽ അവർ ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടുന്നു. ജിം ഒരിക്കൽ മിസ്റ്റർ ഷോഫിനോട് പറഞ്ഞു, എന്റെ കയ്യിൽ കൂടുതൽ പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു സാമ്പത്തിക പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു. ജീവിതത്തിൽ രസകരമായ പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ മിസ്റ്റർ ഷോഫ് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടാകുമായിരുന്നു. രസകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതല്ല പ്രധാനമാ, പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളിപ്പോൾ ഒന്നും സേവ് ചെയ്യുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാസശമ്പളത്തിന്റെ 70% കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ബാക്കി 30% ജിം പറയുന്നതുപോലെ വിഭജിക്കണം. 10% ചാരിറ്റിക്ക്, 10% നിക്ഷേപത്തിന്, 80% സേവിംഗ്സിന്. ഈ 3 കാര്യങ്ങൾക്കും എത്ര കൂടുതൽ തുക മാറ്റിവെക്കുന്നോ അത്രയും നല്ലത്. ഇനി നമുക്ക് നാലാമത്തെ തന്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു കമ്പനിയിൽ 2 പേർ ജോലി ചെയ്യുന്നു എന്ന് കരുതുക. 2 പേരുടെയും പശ്ചാത്തലവും വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ഒന്നുതന്നെ. ഉത്തരവാദിത്തങ്ങളും ഒന്നുതന്നെ. പക്ഷേ 2 പേർക്കും കിട്ടുന്ന ശമ്പളം വ്യത്യസ്തമാണ്. 2 പേരുടെയും ശമ്പളത്തിൽ 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇതിന് എന്തായിരിക്കും കാരണം? ഇതിന് കാരണം കൂടുതൽ ശമ്പളം കിട്ടുന്ന ആൾ കമ്പനിക്ക് കൂടുതൽ മൂല്യമുള്ള ആളാണ് എന്നതാണ്. പലരും പറയാറുണ്ട്, രാജ്യത്തെ കുറഞ്ഞ ശമ്പളം 8,000-ഓ 10,000-ഓ ആകണമെന്ന്. ഇതിനായി പലരും സമരം ചെയ്യാറുണ്ട്. എന്നാൽ ജിം പറയുന്നത് കുറഞ്ഞ ശമ്പളം എന്നത് ഉറങ്ങാനുള്ള കിടക്കയല്ല, അതൊരു ഏണിയാണ്. അതിൽ ചവിട്ടി മുകളിലേക്ക് പോകണം. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതി കുറഞ്ഞതിൽ നിന്ന് മാറ്റി പരമാവധി എന്നതിലേക്ക് കൊണ്ടുവരിക. കുറഞ്ഞ ശമ്പളം എന്താണെന്നത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പരമാവധി എത്ര സമ്പാദിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഈ അധ്യായത്തിൽ ജിം ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കുന്നു. നിങ്ങൾ ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനം
സ്വന്തം വളർച്ചയ്ക്കുവേണ്ടി ചെയ്യുക. വർക്ക് ഹാർഡർ ഓൺ യുവർ സെൽഫ് ദാൻ യു ഡു ഓൺ യുവർ ജോബ്. ഔപചാരിക വിദ്യാഭ്യാസം നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക നൽകും, എന്നാൽ സ്വയം പഠിക്കുന്നത് സെൽഫ് എഡ്യൂക്കേഷൻ നിങ്ങളെ സമ്പന്നനാക്കും. ജോലിയിൽ കഠിനാധ്വാനം ചെയ്താൽ ശമ്പളം കിട്ടും. എന്നാൽ സ്വന്തം കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾ മൂല്യമുള്ള ഒരു വ്യക്തിയാകും. അത് കൂടുതൽ ശമ്പളവും സ്ഥാനക്കയറ്റവും വളർച്ചയും നിങ്ങളിലേക്കെത്തിക്കും. ആശയവിനിമയം, നേതൃപാടവം, ചിന്താശേഷി തുടങ്ങിയ കഴിവുകൾ വളർത്തുക. അഞ്ചാമത്തെ തന്ത്രം മനസ്സിലാക്കാൻ ജിം രണ്ടു തരം ആളുകളെ ഉദാഹരണമായി കാണിക്കുന്നു. ഒൻസമയത്തിന് ഒട്ടും വില കൽപ്പിക്കാത്തവർ. ഇവർ വർത്തമാനകാലം ആസ്വദിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. രണ്ടെപ്പോഴും ജോലി ചെയ്യുന്നവർ, വർക്കഹോളിക്സ്. ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, ഭാവിയെ സുരക്ഷിതമാക്കാൻ എപ്പോഴും ചിന്തിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ഇവർ വർത്തമാനകാലം ആസ്വദിക്കാൻ മറന്നുപോകുന്നു. തീർച്ചയായും നിങ്ങൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തണം. സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് പ്രധാനമാണ്. സമയം കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അത് ഒരു പേപ്പറിൽ എഴുതിവെക്കുക എന്നതാണ്. സ്വയം മെച്ചപ്പെടുത്താൻ എത്ര സമയം നൽകുന്നു, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എത്ര സമയം നൽകുന്നു എന്ന് ഷെഡ്യൂൾ ചെയ്യുക. ജീവിതത്തിലെ ഏത് ഘട്ടത്തിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് അതിനനുസരിച്ച് തീരുമാനിക്കാം. ആറാമത്തെ തന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയികളുമായി ചങ്ങാത്തം കൂടുക. നിങ്ങളിപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ കാരണം നിങ്ങളുടെ ജീവിതം ശരിയായ ദിശയിലാണോ പോകുന്നത്? ഇതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ സ്വയം ഈ ചോദ്യം ചോദിക്കുക. അവരോടൊപ്പം കൂടുമ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്? അവരോടൊപ്പം കൂടുമ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്? അവരോടൊപ്പം കൂടുമ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്? കാരണം നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണോ അതുപോലെയാകും നമ്മുടെ ചിന്തയും പ്രവൃത്തികളും ജീവിതവും. ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ജിം ഉപദേശിക്കുന്നു. നിങ്ങൾക്ക് പണക്കാരനാകണമെങ്കിൽ പണമുണ്ടാക്കാൻ ആഗ്രഹമുള്ളവരെ സുഹൃത്തുക്കളാക്കുക. ഫിറ്റ്നസ് വേണമെങ്കിൽ ജിമ്മിൽ പോകുന്നവരെയും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നവരെയും സുഹൃത്തുക്കളാക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന 5 പേരുടെ ശരാശരിയാണ് നിങ്ങളെന്നത് ഒരു സത്യമാണ്. അവസാനത്തേതും ഏറ്റവും രസകരവുമായ തന്ത്രം ഇതാണ്. പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ല എന്നത് സത്യമാണ്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സന്തോഷമെന്നു പറയുന്ന ഒരു ഉൽപ്പന്നം കിട്ടില്ല. എന്നാൽ നമ്മുടെ ബുദ്ധിയും കുറച്ച് പണവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സന്തോഷമുള്ള നിമിഷങ്ങൾ വാങ്ങാൻ കഴിയും. ഉദാഹരണത്തിന് ജിം തന്റെ ഭാവി വധുവുമായി ആദ്യമായി ഡേറ്റിന് പോയപ്പോൾ അന്ന് അവർ വിവാഹം കഴിച്ചിട്ടില്ല. ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ വെയിറ്റർക്ക് $2 ടിപ്പായി നൽകി. അപ്പോൾ കാമുകി ചോദിച്ചു, അയാൾ നമുക്ക് ഇതുവരെ നല്ല സേവനം തന്നിട്ടില്ലല്ലോ, തരുമോ എന്നറിയില്ല, പിന്നെന്തിനാണ് നേരത്തെ തന്നെ ടിപ്പ് കൊടുത്തത്? ജിം പറഞ്ഞു, ഇതൊരു പ്രത്യേക നിമിഷമാണ്. ഈ ആദ്യത്തെ ഡേറ്റ് നമ്മുടെ ജീവിതത്തിൽ ഇനി തിരിച്ചുവരില്ല. അതുകൊണ്ട് എനിക്കൊരു റിസ്ക്കുമെടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ $2 കൊടുത്തത്. ഇനി നല്ല സേവനം കിട്ടുമെന്ന് ഉറപ്പാണ്. ഇത് കേട്ട് കാമുകിക്ക് വലിയ മതിപ്പ് തോന്നി. പിന്നീട് അവർക്ക് വളരെ നല്ല സേവനം ലഭിക്കുകയും ചെയ്തു. പിന്നീട് അവർ ഷോപ്പിംഗ് മാളിലൂടെ നടക്കുമ്പോൾ ജിം വീണ്ടും മറ്റൊരു $1 കാമുകിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത് പിടിക്കാമോ? പകരം ഞാൻ നിങ്ങളുടെ ബാഗ് പിടിക്കാം. ഇത് കേട്ട് അവൾ വീണ്ടും സന്തോഷിച്ചു. മാളിലൂടെ നടക്കുമ്പോൾ മുഴുവൻ അവളുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും അവൾ ഈ കാര്യങ്ങൾ ഓർക്കുകയും ജിമ്മിനെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ കരിയറിലും സാമ്പത്തികമായും വൈകാരികമായും ശക്തരാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മവിശ്വാസം ലഭിക്കും. നിങ്ങൾക്ക് വേറിട്ടൊരു ശൈലിയിൽ ജീവിക്കാൻ കഴിയും. ഇതിനെ ആർട്ട് ഓഫ് ലിവിംഗ് വെൽ, നന്നായി ജീവിക്കാനുള്ള കല എന്ന് പറയുന്നത്. ഇതാണ് പുസ്തകത്തിലെ അവസാനത്തെ പാഠം. നിങ്ങളുടെ ജീവിതം സമ്പന്നമാക്കുന്ന കാര്യങ്ങൾക്കായി പണവും സമയവും ചെലവാക്കുക. നല്ല അനുഭവങ്ങൾ, യാത്രകൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും സമ്മാനങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ തന്ത്രങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ബജാജ് ഫിനാൻസ് ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സമയം നൽകിയതിന് നന്ദി. ഗുഡ് ബൈ.